ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത പാനലിന് ജയം. CPM പിന്തുണ നൽകിയ പാനലാണ് വിജയിച്ചത്. 11 അംഗ പാനലിൽ 7 പേർ കോൺഗ്രസ് വിമതരാണ്. GC പ്രശാന്ത് ബാങ്ക് ഭരണസമിതി ചെയർമാനായി തുടരും. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വലിയ പ്രതിഷേധം ഇന്ന് കണ്ടു. ഫലം വന്നിരിക്കുന്നു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? പൂജ, സംഘർഷം മുഴുവനായി നിറഞ്ഞിരുന്ന ഒരു പകൽ. അങ്ങനെ നടന്ന തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് വിമത പാനൽ സമ്പൂർണ്ണ വിജയം നേടിയിട്ടുള്ളത്. 11 അംഗ ഭരണസമിതിയിൽ 11 സീറ്റും വലിയ ഭൂരിപക്ഷത്തിൽ 1000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നേടിക്കൊണ്ടാണ് കോൺഗ്രസ് വിമത പാനൽ, CPM പിന്തുണയുള്ള പാനൽ വിജയിച്ചിട്ടുള്ളത്. GC പ്രശാന്ത്, അതായത് മുൻ കോൺഗ്രസ് നേതാവാണ്, കഴിഞ്ഞ ഭരണസമിതിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം തന്നെ പുതിയ പാനലിൻ്റെയും ചെയർമാൻ സ്ഥാനത്ത് തുടരും എന്നതാണ്. വൈസ് ചെയർമാനെ വരും ദിവസങ്ങളിലാണ് തിരഞ്ഞെടുക്കുക. ഒപ്പം തന്നെയാണ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നേതാക്കന്മാർക്ക് ഉൾപ്പെടെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ കയ്യേറ്റം നേരിടേണ്ടതായി വന്നു. കോഴിക്കോട് ജില്ല MP, കോഴിക്കോട് മണ്ഡലം MP MK രാഘവൻ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, K ജയന്ത്, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെയായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധമായാണ് നാളെ ജില്ലയിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഒപ്പം CPM പോലീസിനെ ഉപയോഗിച്ച് നേടിയ അട്ടിമറി വിജയം മാത്രമാണിതെന്ന് KPCC അധ്യക്ഷൻ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് K സുധാകരൻ തന്നെ നേരിട്ട് വന്ന് പ്രചരണം നടത്തുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് രാഹുൽ KV ആണ് വിവരങ്ങൾ തന്നത്.